ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്ലാസിം ഇൻവൈറ്റി. നമ്മൾ പേര് മാറ്റിയതിന് ശേഷമുള്ള ആദ്യത്തെ ഗെയിം പ്ലേ ആണ് ഗൈസ്. അപ്പം ഇതിന്ന് വെറൈറ്റി ആയിട്ട് എന്ന് വെച്ചു നമ്മളിന്ന് ഫുട്ബോൾ 2024 ആണ് കളിക്കാൻ പോകുന്നത്. അപ്പം കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് ക്ഷമിക്കണം, എനിക്ക് സ്കൂളും മദ്രസയൊക്കെ ഉണ്ട്, അങ്ങനെയാണ് വീഡിയോ അവസാനം. ഓക്കെ, നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ കുറേ നാളായി കളിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ വെക്കുക, ആ ബെല്ലം അടിച്ച് പൊട്ടിച്ചേക്ക് കേട്ടോ, ലൈക്ക് കൂടി ഇട്ടേക്ക് കേട്ടോ, ചുമ്മാ ഒരു രസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഇട്ടാൽ മതി ഗൈസ്. മൊബൈലിൽ നെറ്റ് ചാർജ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഫോണിലെ വൈഫൈ ആണ് ഗൈസ്. ഫുട്ബോൾ അത്യാവശ്യം ഒരു എൻ്റെ കില്ലൻ ഗെയിമാണ്. നെറ്റ് വേണമെന്നേ ഉള്ളൂ. പിന്നെ കുറേയൊക്കെ ക്ലൈം ചെയ്യാനുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് ലെവൻ. ഈ കിടക്കുന്ന ബൂസ്റ്റർ കാർഡാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി, കുറേ എൻ്റെ ഇരിക്കുന്നതിൽ ഇങ്ങനെയാണ് ഇച്ചിരി. നമ്മൾ ഐ ലീഗാണ് കളിക്കാൻ പോകുന്നത്. ഐ ലീഗിൽ മെസ്സി ഇല്ല. ഐ ലീഗ് നമ്മൾ PSG ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ലോണിൽ കുറേ പ്ലേയേഴ്സിനെ കിട്ടിയ ശേഷം നമ്മൾ തൽക്കാലത്തേക്ക് അവർ എടുക്കുന്നില്ല. അപ്പം ഐ ലീഗ് നിലവിൽ കുറേ മത്സരങ്ങളുണ്ട്. ഈ മാച്ചാണ് മൊണാക്കോയ്ക്കെതിരെ. അതും ഒരു ലീഗ് ടേബിൾ മത്സരമാണ്. നമ്മളാണ് ലീഗിൽ ഒന്നാമത് നിൽക്കുന്നത്. അപ്പം രണ്ടാമത് നിൽക്കുന്ന മൊണാക്കോ സ്ഥാനം റാങ്കിങ് മത്സരമാണ്. അപ്പം അതിന് ഇതായിട്ടുള്ള ഫസ്റ്റ് നമ്മളാണ് ടോപ്പേഴ്സ്. ടേബിൾ ടോപ്പേഴ്സ് നമ്മളാണ്. അപ്പം ടേബിളിൽ 10ാം കിടക്കുന്നവരുമായിട്ടുള്ളൊരു മത്സരമാണ്. നമ്മൾ ഈ ഒരു വീഡിയോ 2 മത്സരങ്ങളാക്കുന്നത്. ബിഗിനർ കൊടുത്തതാണ്. എനിക്കിപ്പം കൈയൊക്കെ ഇടുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നും കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബിഗിനറാണ് ഇപ്പോൾ കളിക്കാൻ കൊടുക്കുന്നത്. ലീഗ് 1-ലെ ഞാൻ തുടങ്ങിയതുള്ളൂ ലീഗ്. ഇപ്പം അടുത്ത സ്കൂൾ മത്സരമാണ് ഇച്ചിരി എൻ്റെ ഒരു അറിവ് ഇച്ചിരി ഇതായിട്ടുള്ളത്. അത് നേരെ എംബാപ്പെ ഒരു ഈസി ഫിനിഷിങ് നടക്കുന്നു. കുഴപ്പമില്ലാത്തൊരു ഗെയിം പ്ലേ ആണെങ്കിൽ നമ്മൾ അടുത്ത മത്സരം കീ മാച്ച് ഇടാം. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു പെട്ടെന്ന് സ്റ്റോറേജ് ഇല്ലെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് ഒരു മത്സരം വെച്ചായിരിക്കും ഇടുന്നത്. പിന്നെ അല്ലാത്ത കളക്ഷൻസും ടെസ്റ്റിന് എൻ്റെ കളക്ഷൻസൊക്കെ ഞാനിടും. അത്യാവശ്യം കർണാച്ച് സൈൻ ചെയ്ത കുറേ പ്ലേയേഴ്സിനെ നമ്മൾ സൈൻ ചെയ്തതിന് ന്യൂ PSG അതിൻ്റെ ഒരു കിറ്റും അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ടുള്ള കിറ്റിന് നമ്മൾ ന്യൂ PSG കിറ്റാക്കി മാറ്റി. നമ്മൾക്ക് അതൊരു ഓഫ് സൈഡാണ്. പക്ഷെ ഫിനിഷിങ്ങിന് പോകാനും റൊണാൾഡോ ആണ് ലെഫ്റ്റ് ഫുട്ട്. കുഴപ്പമില്ല. നമ്മൾ PSG റാങ്ക് ടേബിൾ ടോപ്പേഴ്സ് കൂടെ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി കളിച്ച് കയറാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മത്സരമാണ്. പ്രൊഫഷണൽ ഇപ്പം നിലവിൽ കൈയൊടിഞ്ഞിട്ട് കളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രൊഫഷണലൊക്കെ കളിച്ച് കഴിഞ്ഞ് ഒരു മാസത്തോടെ കഴിഞ്ഞ് ഞാൻ പ്രൊഫഷനിലേക്ക് പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയാണ്. നേരെ കിലിയൻ ഒരു ഈസി ഫിനിഷ് റൊണാൾഡോ. പെസ്സിനിപ്പം ബിഗിനർ നല്ല അടിച്ച് കയറാൻ പറ്റിയൊരു സംഭവമാണ്. പെട്ടെന്ന് നമുക്ക് ഗോൾ ശ്രമങ്ങളും പെട്ടെന്ന് നമുക്ക് ഗോൾ അടിച്ച് കയറ്റാം. അതുകൊണ്ട് ഈ ഒരു മത്സരം
നിർത്തും. ഒരു മത്സരം വെച്ച് നമ്മളൊരു വീഡിയോ കാണിക്കുന്നുണ്ട്. അടുത്ത കീ മത്സരത്തിനായിട്ട് നമ്മൾ പ്രത്യേക ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, എഗെയിൻ റൊണാൾഡോ. മെസ്സി ഇറങ്ങുന്നില്ല, വേറൊന്നുമല്ല, നമ്മുടെ ടീം സ്റ്റാർട്ടിംഗ് ലെവലിൽ മെസ്സി ഒരു റാങ്കിങ് കുറവായതുകൊണ്ട് തന്നെ മെസ്സിയെ തൽക്കാലത്തേക്ക് ഇറക്കുന്നില്ല. അടുത്ത മെസ്സി ഉണ്ട്, ഞാൻ നേരത്തെ ഇട്ടയാന്ന് തോന്നുന്നു. അടുത്ത വേറെ ബാലൻഡിയോർ മെസ്സിയെ നമ്മൾ പിന്നിടാം. മെസ്സി ശ്രദ്ധിച്ചില്ല, പിന്നെ ഞാൻ നേരത്തെ എടുത്ത ടീം ഇട്ടിട്ടില്ലായിരുന്നു. ഇപ്പം എന്തോ നേരത്തെ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ഇട്ടായിരുന്നു. ഈസിയായിരുന്നു. എൻ്റെ ഒരു ഇതിൽ സ്പീഡ് ആക്ട്രസ് ഇപ്പോൾ കിലിയൻ എംബാപ്പയ്ക്ക. ഇപ്പോൾ ഗെയിമിലായാലും ആർക്കസിലായാലും വെച്ചിട്ടുണ്ടോ. ഞാനൊരു ഓട്ടം കൂടിപ്പോയി. പ്രൈസ് മെസ്സിയൊക്കെ കിലിയൻ. മെസ്സിയുടെ ഒരു ഓവർ ഹെഡ് ബോൾ കൊടുത്തു. പിന്നെയും റൊണാൾഡോ. പെട്ടെന്ന് വേറെ നിങ്ങൾ മിനിറ്റ് നോക്കുക. ബ്രില്യൻ ഒരു ഷൂട്ട്. കോർണറൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ഈയപ്പം നമ്മുടെ കിട്ടോ മെസ്സി. ഞാൻ ബ്രില്യൻ ക്ലിയറൻസ് ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. മെസ്സി കയറി ബോഡി കയറിയില്ല, കുഴപ്പമില്ല. മെസ്സി വേണ്ട ഇത് മടുക്കും കളിക്കുന്നത്, പാടില്ലാത്ത പോലെ. അത്യാവശ്യം ഗ്രാഫിക്സ് കുറച്ചിട്ടേക്കുമാണ്, എനിക്ക് കൂട്ടാൻ. പക്ഷെ ഒരു നമ്മൾ സ്ക്രീൻ റെക്കോർഡ് എടുക്കുന്ന സമയത്തൊരു ബഗ്ഗുണ്ടാകും. മെസ്സി സ്പീഡ് കൂടി
മെസ്സിക്ക് വലിയ ആക്രസ് കുറവാണ്, അങ്ങനെ കുഴപ്പമില്ലാതെ ഒരു ആവറേജ് രീതിയിൽ മെസ്സി പോകുന്നു. ഓക്കെ, അത് നൈസ് ഒരു ഫിനിഷിങ് ഒരു സ്കില്ലോട്ട് നൈസായിരുന്നു മെസ്സി. പത്ത് മിനിറ്റ് കഴിയുന്നു. എപ്പോഴാണ് ഫിനിഷ് ചെയ്യുന്ന മത്സരം? ഒരു മത്സരം വെച്ച് ഞാൻ ഓരോ വീഡിയോയിലേക്ക് എവേ മത്സരമാണ്. അടുത്ത മത്സരത്തിൽ നമ്മൾ ഈ മത്സരത്തിൽ പുതിയ കിറ്റ് എടുക്കുന്നതായിരിക്കും. കിറ്റ് ഇടുന്നതായിരിക്കും, പുതിയൊരു ജേഴ്സി കോംബോ. എനിക്ക് ബിഗിനറും കഴിഞ്ഞൊക്കെ കളിക്കാൻ തുടങ്ങാനുള്ള സത്യം. അപ്പം നമ്മൾ 12 ഗോളുകൾ പൂർത്തിയാക്കി. അവരും ശ്രദ്ധായി ശ്രദ്ധായിരിക്കുകയാണ്. സ്കോർ നിൽക്കുന്ന എംബാപ്പയാണെന്ന് ഇപ്പം നിലവിൽ കളിയിലേക്ക് വിളിച്ചത്. സേവ് കൊള്ളാം, സേവ് മെസ്സി. പിന്നെ 15-0. ഞാൻ പിന്നെ സെലിബ്രേഷൻസ് കുറേ ഉണ്ട്. ഞാൻ എന്താട്ടെ 17-0 മറുപടിച്ചാൽ 20 കഴിക്കായിരുന്നു. സിമ്പിളായിട്ട് അടിക്കാം. ബിഗിനേഴ്സ് കുഴപ്പമില്ല. ബിഗിനർ ഒരു മോശമില്ലാത്തൊരു ലെവലാണ്. മാത്രമല്ല അത് വലിയ റിസ്ക്കുള്ള കാര്യമൊന്നുമില്ല. ബിഗിനർ പ്രൊഫഷണൽ അതും കൈ കളിക്കും, പക്ഷേ ഒരു കൈ ഒടിഞ്ഞുകൊണ്ടൊരു കളിക്കില്ല. ആ കളിയൊക്കെ തോക്കാൻ പോകുന്നുണ്ട്. എന്നിട്ട് കളിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്കത് അനുഭവമുണ്ട്. അതൊക്കെ ഒരു കളിയൊക്കെ തോറ്റ് ഇരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നിലവിൽ പെസ്സിൽ കളിയൊന്നും തോക്കുന്നില്ല. റൊണാൾഡോ റെസ്പെക്റ്റ് ചെയ്യണം. റൊണാൾഡോയുടെ കാം സെലിബ്രേഷൻസ് ഒക്കെ ഫുട്ബോളിലൊക്കെ അത്യാവശ്യം റിയലിസ്റ്റിക്. അപ്പം ഒരു എഫക്റ്റ് ഇതിനകത്ത് കാണാം. മാച്ച് 20 ആണ് കേട്ടോ. 20ാം മത്സരമാണ് അവർക്ക് ഈസിയുടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടുത്ത വട്ടം ഞാൻ 20-0 അടുത്ത വട്ടം 20 അടിക്കാൻ പറ്റുന്നത് 18-0
ഇനി അടുത്ത മത്സരമൊക്കെ നോക്കാം. ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, ബൈ.